ചേട്ടൻ നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രി ആരുടെയൊക്കെ എന്തെങ്കിലും വോയിസ് അങ്ങനെയാണോ? അച്ഛൻ കാണിക്കട്ടെ, എന്നിട്ട് നെടുമുടി വീണോ അങ്ങനെ ഒന്ന് രണ്ട് പേര് നമുക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് കാണാം അല്ലേ ചേച്ചി? യെസ്. ജനാർദ്ദനൻ. അയ്യോ എടാ എന്തോ അടിച്ചുടിയടാ അവന്റെ കാല്. എന്റെ കാലല്ലടാ അവന്റെ കാല്. ഇതെനിക്ക് പറയാൻ പറ്റൂ? അയ്യോ എടാ അവന്റെ കാലൊടക്കടാ. അയ്യോ എന്റെ കാലടാ അവന്റെ കാല്. സൂപ്പർ. അവന്റെ കാല് നമുക്ക് ഒടിക്കണം കേട്ടോ. നെടുമുടിയും കൂടെ ചെയ്തു. നെടുമുടി സാറിന്. ഭയ്യ എനിക്കൊന്നും തന്നില്ല, ഇവിടൊന്നും കിട്ടിയില്ല, എല്ലാം അവൾ തിന്നു തീർത്തു, എനിക്ക് വിശക്കുന്നേ. Very, 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 very good. Very good. I mean, I don't know how to say this. Very good. നന്നായിട്ട്. മീൻസ് മാർക്സ് അല്ല ഇവിടെ. ബേസിക്കലി നിങ്ങളെല്ലാരും പുതിയ കാര്യങ്ങൾ ചെയ്യാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മീനൂട്ടി വാസ് ദ ബിഗ് സർപ്രൈസ്. ഈ പറഞ്ഞ പോലെ ഫുഡിനെ കുറിച്ച് സംസാരിക്കാനും അത് കേൾക്കാനും ആൻഡ് ഈ പറഞ്ഞ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഇപ്പൊ നേരിടുന്നതാണ്. ചേട്ടൻ അങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും, അതായത് നേരിട്ട് പറഞ്ഞല്ല ഇൻഡയറക്ട്ലി ആണെങ്കിലും ഇതേപോലുള്ള ഇപ്പൊ ശ്രീകുട്ടി അങ്ങനെ ഭക്ഷണത്തിന് ഞങ്ങളിപ്പം ഷോപ്പിങ്ങിന് പോയാൽ പോലും മാഡം, ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ തുണി എടുത്തോണ്ടിരിക്കും, ശ്രീകുട്ടിയുടെ കൈ കയറി ഇങ്ങനെ അങ്ങ് പിടിച്ച ഒരു ലേഡിയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ഞെട്ടി. അപ്പൊ അവരെ ആദ്യമേ ചോദിക്കുക, വണ്ണം കുറയ്ക്കാൻ താല്പര്യമുണ്ടോ? എന്റെ കയ്യിൽ ഒരു സംഭവം ഉണ്ട്, അത് കഴിച്ചാൽ മതി, അത് മരുന്നൊന്നുമല്ല, അത് ഇതാണെന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങുക. അവരത് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്ന അവരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് വിൽക്കുന്ന അവർക്ക് കമ്മീഷൻ കിട്ടും. പക്ഷെ അന്നേരം ഞാൻ ഇമ്മീഡിയറ്റ് ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏകദേശം ഒരേ തടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ തടിയാ, ഇപ്പൊ അത് കുറയ്ക്കാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാണ്, കുറയ്ക്കാൻ തീരെ താല്പര്യമില്ല. പിന്നെ ഈ പരിസരത്തോട്ട് ആരും വരണ്ടെന്ന്. വെരി ഗുഡ്. കല്യാണ സമയത്ത് എങ്ങനെയായിരുന്നു ശ്രീകുട്ടി? ഫോട്ടോ വേണമെങ്കിൽ പിന്നെ കാണിച്ചു തരിക അവര്. ഞാൻ അങ്ങനെയല്ല, എന്നാലും തടി ഉണ്ടായത്. ഞാൻ കുറച്ച് തടിയൊക്കെ കുറച്ച്, കല്യാണ മാർക്കറ്റ് ഡിമാൻഡ് വേണമല്ലോ. യൂഷ്വലി നമ്മുടെ കൺവെൻഷൻ സൊസൈറ്റി ജാതകം നോക്കി കിട്ടുന്നു. കല്യാണത്തിന് പ്രോപ്പറായിട്ട് വേണമെങ്കിൽ നമ്മൾ തടിയൊക്കെ കുറച്ച് ആള് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചു. അപ്പോഴേ മുകേഷിന്റെ അമ്മ പറഞ്ഞു, അവർക്ക് തടിയൊക്കെ ഉണ്ട്, നല്ല കുട്ടിയാണ്, പിന്നെ എന്നെ ഒന്നും പറയില്ല, പ്രസവം കഴിയുമ്പോൾ പെൺപിള്ളേർ എന്തായാലും തടിക്കും, നീ അതിനെ കുറിച്ച് പോകുന്ന. മുകേഷിനെ വിചാരിച്ചില്ല ഇത്ര ഞാൻ വളരുന്നുള്ള പ്രസവം കഴിഞ്ഞു തടിക്കുന്ന പറഞ്ഞു. വളർന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു കമ്പനി എൻജോയ് ചെയ്യുന്നു, നിങ്ങൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നു, നിങ്ങൾ ആസ്വദിച്ച് വണ്ണം വെക്കുന്നു, എല്ലാം നിങ്ങൾ ആസ്വദിക്കുകയാണ്, എൻജോയ് ചെയ്യാണ്. ശ്വേതാജി? ഐ കൻ ടോട്ടലി എൻജോയ്. ഐ മീൻ ഐ എം എൻജോയിങ് ദം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ നല്ല നല്ല പെർഫോമൻസ്, നല്ല നല്ല സർപ്രൈസസ്, വീണ്ടും 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 മാതൃകയായിട്ട് മാറുക. ഇവിടെ എല്ലാവരും ഉണ്ട്, പക്ഷേ ഞാൻ പറയുന്നത് ഓരോരോ ആൾക്കാരെ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് തിങ്.